ഗൈസ് അപ്പോൾ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ചെറുക്കിന് 2 മീനെ വേണമെന്നാണ് പറഞ്ഞത്, 2 അവൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പഴയ പരിപാടി, നമ്മൾ കഴുത്തിൽ തോർത്തൊക്കെ കെട്ടി മീൻ പിടിക്കുന്ന ആ ഒരു പരിപാടി. അപ്പോൾ വെൽക്കം ടു കുംബ്രേഡ്സ് ദ മീൻ പിടുത്തം. ഓടിക്കും എന്നറിയോ, അകത്തുള്ള വേറെ 2 ഇവൻ്റെ താഴെയുള്ള 2 എണ്ണങ്ങളുണ്ട്. അവരെ കൊണ്ട് ഒരു രക്ഷയില്ല, അവരെയും കൂടെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ഓടിക്കോ പോട്ടെ. വീഴാതെ ഇറങ്ങി വരണേ. മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ബാറ്റ്മാൻ വന്നു, ഫെർണോ വന്നു, ഫെർണോയുടെ അമ്മച്ചി വന്നു. വായോ, ഓടി വാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടിൻകരയിലോട്ട് ചാടിപ്പോയി ആ മീൻ പിടിക്കുന്ന പരിപാടി. വെള്ളം കലങ്ങി കിടക്കുക. പക്ഷെ അതെ, ഇവിടെ ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് മീനുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാടാ, തുണിയെടുക്ക്. ഇതാണ് നമ്മൾ കാണേണ്ടത്. പണ്ട് കാലത്ത് നമ്മളൊക്കെ സ്വന്തമായിട്ട് ഇപ്പൊ 2 പേര് കൂടി പിടിക്കണേ ഈ തുണിയുടെ അപ്പുറം ഇപ്പുറം പിടിച്ചാൽ. ഇതിപ്പോ ഒരാൾക്ക് തന്നെ പിടിക്കാനാണ്. ഇത് കണ്ട ചേമ്പലയും കുറച്ച് ചേമ്പല. ആ ചേമ്പല പയ്യെ പറിച്ചിട്ട് കുറച്ച് വെള്ളം എടുക്കുക അതിൻ്റെ അകത്ത്. കണ്ടോ പൊന്നെ മോനെ, ഇതാണ് നമ്മളൊക്കെ പണ്ട് വള്ളിനിക്കറ് വിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേ തോട്ടിന്ന്. അത് ശകലമൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഉണ്ട്. മാത്രമല്ല വെറൈറ്റി മീനുകളാണ്. വാഴക്കാവരയും സൂപ്പർ. പടയ്ക്കുന്നു. ഞണ്ട് സൈഡ്. ഞണ്ടിനെ കാണണം. ഞണ്ട് എന്റെ കയ്യില്. അയ്യോ, ഞണ്ട് കൂടി പോടാ. ഈശോ, സ്പീഡ്. ഇല്ല പോയില്ല. ഞണ്ട് ഗൈസ്, ഞണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, വേറൊന്നും അല്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്കല്ലേ പിടിക്കുന്നത്. ഇനി നമ്മുടെ ബാറ്റ്മാനെയും കൂടെ കൂട്ടി ഇത് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കഴുത്തെ നീ ഒരറ്റ വെച്ചിട്ട് 2 അറ്റം എടുത്ത് അവൻ്റെ കൊടുക്കും, 2 അറ്റം എടുത്ത് ഞാനും പിടിക്കും. ഇതേ പരിപാടി. അപ്പോൾ നമ്മൾ ഈ മീനെ പിടിക്കാൻ ഇവിടെ ആരുമില്ല. ഫെർണോച്ചൻ്റെ കൈ കൊടുത്ത് അവൻ കമത്തിക്കളയും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെളിക്കുഴിക്കകത്ത് നമുക്ക് ഈ ചേമ്പല ഇങ്ങനെ ഇതേ പിടി അങ്ങ് വെക്കുക. അപ്പോൾ എന്നാന്നറിയോ, നോ വറീസ് ഗൈസ്, ഒന്നുമില്ല, മീനെല്ലാം സേഫാണ്. അവിടെ ഇരുന്നോളൂ. അത് തന്നെ സംഭവം. ഉണ്ട് ഗൈസ്. പക്ഷെ എല്ലാം ചെറുതാട്ടോ. ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ടേ മീന് എല്ലാം കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് അല്ല, മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയമായതുകൊണ്ട് ചെറിയ മീനുകളാണ്. ഓരോ നാട്ടിലും ഓരോ മീനുകൾക്കൊക്കെ ഉള്ള പേര്. അതിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ 1000 പേരാണ്. ഒരു മീന് തന്നെ എത്ര പേരുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മീനുകളുടെ പേരൊക്കെ ഓരോരുത്തർ. ഗപ്പിയല്ലത്. തോട്ടിലിനെ ഇതുണ്ട്. ഗപ്പിയുണ്ടോ? ഗപ്പി വില കൊടുത്ത് മേടിക്കുന്ന. എങ്ങനെയാ ആ മീനൊക്കെ തോട്ടി വന്നതെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇതേ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന നോക്കിയേ. ഇത് തോട്ടിൽ നിന്ന് കിട്ടിയ മീനാണേ. ഇതിന്റെ കളർ കണ്ടോ? ഇത് കണ്ടോ? കണ്ടോ എത്ര ഡിസൈനാന്ന്. ഗപ്പിയല്ലേ ഇത്? അതിങ്ങനെ തോട്ടി വന്നു. ഇവിടെ നോക്കിയാലോ, നമ്മൾ ഇറങ്ങിയ വഴിയാ. പക്ഷെ ചിലപ്പോൾ സാധ്യതയുണ്ട് അങ്ങ് വലിച്ചു പിടിച്ചാടി. ഓക്കെ ഗൈസ് അങ്ങ് വെച്ചുവിടാൻ കയറി. ഉണ്ട്. ചെറുതാ, തീരെ ചെറുതല്ല. നമ്മുടെ ചേമ്പലിക്കകത്തേക്ക് അവനെ നിക്ഷേപിച്ചു. അപ്പൊ ശരിക്കും കൂട്ടുകാരെ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ, എൻ്റെ ഓർമ്മയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പരിപാടി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതേ തോട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇന്നിപ്പോൾ ഫെർണോച്ചനെ മീനൊക്കെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നമ്മൾ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയത്.
അപ്പം അതൊരു വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഒക്കെ ഒരു നൊസ്റ്റാൾജിയ വരാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞു മീനുകളായിട്ട് നമ്മൾ നമ്മളെ ഫെർണാച്ചനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ മീറ്റത്തുള്ള കുഴിക്കകത്ത് കൊണ്ടിടാം. കമോൺ. ഓടിവായോ, വീടില്ല കേട്ടോ. കെയർഫുൾ കെയർഫുൾ കെയർഫുൾ. കമോൺ കമോൺ. അപ്പൊ നമുക്ക് കിട്ടിയ മീനെ കൊണ്ടായി നമ്മുടെ ഈ കുഞ്ഞു കുഴിക്കകത്ത് കൊണ്ടുവിടാം. മമ്മി പറഞ്ഞു മീൻ കിട്ടോ ഇല്ലെന്ന് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി കണ്ടോ, ഇത്രയും മീൻ പോരെ. ഞണ്ട് ഞണ്ട് ചെയ്ത് കിടക്കുന്നേ. എന്നാ അപ്പൊ എല്ലാരും നിരനിരയായിട്ട് നിൽക്കും. മീനെ ഇടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം എപ്പോഴും വന്ന് കൈയിട്ടിളക്കല്ലോ കേട്ടോ. ഇതേ ഇവന്മാരെ ഞണ്ട് സൈസ് ഉണ്ട് കേട്ടോ. ഈ മീനൊക്കെ നോക്കിയേ, എന്നാ വെറൈറ്റി ആണോ കണ്ടാ. അപ്പൊ ഗൈസ്, നമ്മുടെ കുഞ്ഞ് ഷോർട്ട് വീഡിയോ, പഴയ നമ്മുടെ നൊസ്റ്റാൾജി ഉണർത്തുന്ന ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. കഴുത്തെ തോർത്തും കെട്ടി തോട്ടി പോയി ചാടിതേ പറഞ്ഞ പോലെ. അപ്പൊ മീൻ പിടിച്ചു തന്നോ? അതാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അടിപൊളിയാണോ? പിന്നെ എന്നാ വേണം? അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ തീരുക.